ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി? തൃശ്ശൂരുകാരുടെ മനസ്സിൽ ഇപ്പോൾ ടി.എൻ. പ്രതാപൻ MP ആയ തൃശ്ശൂരിന്റെ മനസ്സിൽ മോദിയോ രാഹുലോ? മോദിയാണ്. 40%. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി 37.3%. 2.7% വ്യത്യാസത്തിൽ. പക്ഷെ അവിടെ ആശ്വസിക്കാൻ ഒരു ചെറിയ ഘടകമുണ്ട്. തരൂരൊക്കെ ചേർക്കണം. അല്ല, ഖാർഗെക്ക് 6% വരുന്നു. അപ്പൊ 43. തരൂർ വരുമ്പോൾ 45.5%. ഞാനിതിനെ അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ ഒരു ആശ്വാസം കണ്ടെത്തുകയല്ല. പക്ഷേ അവിടെ ഒരു കോൺഗ്രസ് മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ 40% നിശ്ചയമായും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നു. തൃശ്ശൂർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ വിഷമിപ്പിക്കണം, LDF-നെ വിഷമിപ്പിക്കണം. അതൊരു വറീസം ഫാക്ടറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോഴും ഒരു മുൻതൂക്കം ഇപ്പുറത്തെ സൈഡിനുണ്ട് എന്ന് നമ്മൾ കാണാതെ പോകരുത്. തൃശ്ശൂർ നൽകുന്ന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ കൊടുക്കുന്ന ഇൻഡിക്കേഷനാണ്. അതായത് നരേന്ദ്രമോദി വേഴ്സസ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മുന്നണി. ആ രീതിയിലാണ് അത് നിൽക്കുന്നത്. ഒരു ഇമേജിന്റെ ഫൈറ്റ് ആണ് തൃശ്ശൂരിൽ നടക്കാൻ. അതാണ് സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം 27% പ്രാധാന്യത്തോടു കൂടിയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ന നേതാവിന്റെ വ്യക്തിത്വത്തിൽ തൃശ്ശൂരുകാർക്ക് വളരെ താല്പര്യമുണ്ട്. അവർ നരേന്ദ്രമോദിയുടെ പിന്നാലെ പോകുന്നു. മാത്രവുമല്ല, ഇതിൽ ഒരു ഘടകം കൂടി എപ്പോഴും നമ്മൾ ഈ ചോദ്യത്തിൽ പ്രേക്ഷകരോട് പറയണം. അതായത് വിജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റിനെ കൂടി അവർ പരിഗണിക്കും പ്രധാനമന്ത്രി. അതാണ് ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത. ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള അദ്ദേഹമായിക്കോട്ടെ. അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ഒരു ആക്ഷേപവും തൃശ്ശൂരുകാർക്ക് ഇല്ലതാണ്. പക്ഷേ അപ്പോഴും തൃശ്ശൂരിന് ആ മൈൻഡ് ഉണ്ട് കേട്ടോ, യാതൊരു സംശയം വേണ്ട. നരേന്ദ്രമോദി 1ാം സ്ഥാനത്ത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എത്തുന്നു എന്ന് പറയുന്നത് NDA സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി അത്രയും ഇഷ്ടപ്പെടുമെങ്കിൽ പിണറായി വിജയനെ അത്രയും വെറുക്കണമല്ലോ. അല്ലെങ്കിൽ ഇടതുപക്ഷം മുഴുവൻ ഇപ്പുറത്തേക്ക് അങ്ങനെ ചായില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ട് നരേന്ദ്രമോദി സർക്കാർ എന്ന് ചോദിച്ചതുപോലെ പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് ചോദിക്കണം. അല്ല, മോദി സർക്കാരിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു. അല്ല, മോദി സർക്കാരിനെ കുറിച്ച് ചോദിക്കുന്നത് പോലെ തന്നെ പിണറായി സർക്കാരിനെ കുറിച്ചും ചോദിക്കണം. മോദി സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ വളരെ മികച്ചത് 18.4, മികച്ചത് 17.4, ആകെ 35.8. മോശമാണെങ്കിലോ 24.5. നോക്കൂ, 24.5 സംശയമില്ല. കാരണം വെച്ചാൽ നരേന്ദ്രമോദിയെ മികച്ച പ്രധാനമന്ത്രിയായി കാണുന്നു, കേന്ദ്ര സർക്കാരിനെ മികച്ച കേന്ദ്ര സർക്കാരുമായി കാണുന്നു. അതായത് തിരുവനന്തപുരം ചിന്തിച്ചതുപോലെ തന്നെയാണ് തൃശ്ശൂരും ചിന്തിക്കുന്നത്. 24% ആളുകൾ കുഴപ്പമാണ്, മോശമാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ 34% ആളുകൾ കുഴപ്പമില്ല, കൊള്ളാം എന്ന് പറയും. വളരെ മികച്ചതെന്ന് പറയും. 35.8, അതായത് ഓൾമോസ്റ്റ് 36%. തിരുവനന്തപുരത്തെക്കാൾ ഒരു വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്ത് രാഹുലാണ് മുന്നിൽ നിന്നത്, ഇവിടെ മോദിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, ടൈറ്റ് ഫൈറ്റ് ആണ്. വളരെ ടൈറ്റ് ഫൈറ്റിന്റെ ഇവിടെയും ഓടി തുടങ്ങിയിരിക്കുന്ന 2 ട്രാക്കുകൾ UDF-ഉം NDA-യും. പക്ഷേ നമ്മുടെ സർവേ നടക്കുന്ന സമയത്ത് VS സുനിൽകുമാറിന്റെ പേര് ഔദ്യോഗികമായി തെരഞ്ഞെടുത്തിട്ടില്ല. ഇല്ല. എങ്കിലും സുനിൽകുമാർ ആണെന്നുള്ള ധാരണകൾ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു.